അല്പസമയം നമ്മൾ വേർഡിലേക്ക് പോവുക, വചനത്തിലേക്ക് പോയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 3:5. പുറപ്പാട് പുസ്തകം 3:5. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. Then he said, do not, Exodus 3:5, പുറപ്പാട് 3:5. Then he said, do not draw near this place, take your sandals off your feet, for the place where you stand is holy ground. വിശുദ്ധ സ്ഥലം. പറഞ്ഞ വിശുദ്ധ സ്ഥലം. ചില ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ ഒരു ഭാഗം നമ്മൾ തുടങ്ങിയതാ, പക്ഷേ ഇത് മുന്നോട്ട് പോകുന്നില്ല. ആമേൻ. മോശ ഒരു തീ കണ്ടു. പറഞ്ഞ തീ കണ്ടു. വലിയൊരു മുൾപ്പടർപ്പ്. ദൂതൻ മുൾപ്പടർപ്പിൽ ഇറങ്ങി. മുൾപ്പടർപ്പിൽ ആരിറങ്ങി? ദൂതൻ ഇറങ്ങി. ദൂതൻ മുൾപ്പടർപ്പിൽ ഇറങ്ങി. 40 വർഷമായി വിൽഡേണസിൽ, മരുഭൂമിയിൽ ആടിനെ തീറ്റി നടന്ന മോശെ ദൈവം വിളിക്കുക വലിയൊരു മിനിസ്ട്രിക്ക് വേണ്ടി. ആമേൻ. വലിയൊരു മൂവ്മെന്റ് മുന്നേ ഒരു വിൽഡേണസ് നമുക്കുണ്ടാകാം. വലിയ ചില അനുഗ്രഹങ്ങൾക്ക് മുൻപേ ചില മരുഭൂമിയിലൂടെയൊക്കെ ദൈവം നമ്മളെ വിടും. ചില വിൽഡേണസിലൂടെയൊക്കെ ദൈവം നമ്മളെ വിടും. ഹല്ലേലൂയ. ലൂക്കോ ശഗദദലറബബ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, എന്തിനാ ദൈവം വിടുന്നറിയാമോ? സ്തോത്രം. നിന്നിലുള്ള ചിലതിനെയൊക്കെ ഒന്ന് ഉടയ്ക്കാൻ. ആമേൻ. മോശ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു മോശ. ആ കാലത്തെ ഈജിപ്ഷ്യൻ സൈന്യത്തെ, ഈജിപ്തിലെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു മോശ. മോസസ് ആരായിരുന്നു? ഹി വാസ് ദ കമാൻഡർ ഇൻ ചീഫ്. വാവ്. മോശയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പുറപ്പാട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും അതിനെക്കുറിച്ച്. He was strong in words and in deed. Amen. Amen, 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 amen. Oh, shata tarara. നിഭാഷ പറഞ്ഞു. ഓക്കെ, 7-ാം അധ്യായം, Acts chapter 7, അപ്പോസ്തല പ്രവൃത്തി 7, അത് 22-ാം വാക്യം. 7:22 വാക്യം. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സാമർത്ഥ്യനായി തീർന്നു. കണ്ടോ? മോശ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നാണം കുണുങ്ങിയോ പേടിത്തൊണ്ടനോ ഒന്നും അല്ലായിരുന്നു. വിക്കനൊന്നും അല്ലായിരുന്നു. നമ്മുടെയൊക്കെ മുൻപിലുള്ള മോസസ് വിക്കനായ മോശ. ദൈവം മോസസിനെ വിളിച്ചപ്പോൾ മോസസ് പറഞ്ഞു, ഐ എം നോട്ട്, എനിക്ക് സ്റ്റാമറിങ് ആണ്, എനിക്ക് വിക്കാണ്, ഇല്ലേ? താൻ ഒഴിയാൻ നോക്കി. ആ അവസ്ഥയിലല്ലായിരുന്നു മോശ. ഈജിപ്തിലെ സകലവിധ ജ്ഞാനം അവനുണ്ടായിരുന്നു. ഹി വാസ് ഫിൽഡ് വിത്ത് ദ വിസ്ഡം ഓഫ് ഈജിപ്റ്റ്. എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ഒരു കാലത്ത് ഭൂമിയിലെ ഏറ്റവും പ്രബലമായി നിന്ന ഒരു രാജ്യമാണ്. പ്രബലമായി നിന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ്. ഇന്ന് നിങ്ങൾ ഈജിപ്തിൽ ചെന്നാൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ പിരമിഡ്സ്, ഇതൊക്കെ ആ കാലത്ത് അവരുടെ പ്രതാപത്തിൽ നിന്നപ്പോൾ അവരുണ്ടാക്കിയ കാര്യങ്ങൾ ഇന്നും നിൽക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ആ പ്രതാപകാലത്താണ് മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ചത്. ഹല്ലേലൂയ. ഫറവോന്റെ മകൾ മോശയെ വെള്ളത്തിൽ നിന്ന് എടുത്തു. നമുക്ക് ചരിത്രം അറിയാം. സ്വന്തം മകനായി വളർത്തി. അവിടെ ഫറവോന്റെ ഈജിപ്തിൽ കിട്ടുന്ന എല്ലാ ജ്ഞാനവും, അതായത് അവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ മോശ പഠിച്ചു. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ. ആമേൻ. അവൻ വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യമുള്ളവനായിരുന്നു. വാവ്. ചിലവരുന്ന് ദൂത് ഏറ്റെടുത്താൽ നീ രക്ഷപ്പെടും. ഏറ്റെടുത്താൽ നീ രക്ഷപ്പെടും. And was mighty in words and deeds നടക്കുന്നത്. അപ്പം ജോസിഫസ് എന്ന ചരിത്രകാരൻ യേശുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഹിസ്റ്റോറിയൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്.
ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മോസസ് ലെഡ് ഈജിപ്ഷ്യൻ ആർമി ഫോർ ബാറ്റിൽസ് എന്നാണ്. പല രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളിൽ മിസ്രൈമ സൈന്യത്തെ നയിച്ചത് മോശയാണ്. ആ ലെവലിലുള്ള ഒരു മനുഷ്യനാണ്. അത് ഞാൻ പറഞ്ഞത് കമാൻഡർ ഇൻ ചീഫ്. ഹല്ലേലൂയ. ഒരു ദിവസം പക്ഷെ ഇവന്റെ അകത്ത് യഹൂദ രക്തമാണ് കിടക്കുന്നത്. അകത്ത് എന്താ കിടക്കുന്നത്? യഹൂദ രക്തം. ഒരു ദിവസം അദ്ദേഹം നടന്നു പോകുമ്പോൾ ഇതാ ഒരു മിസ്രൈമ യജമാനൻ ഒരു യഹൂദനായ ദാസനെ, അല്ലെങ്കിൽ യഹൂദന്മാർ അന്ന് മോശയുടെ കാലം എത്തിയപ്പോൾ അവർ അടിമകളായി. ആർക്ക്? ഈജിപ്ഷ്യക്കാർക്ക്, മിസ്രൈമിற்கு അടിമകളായി. അടിമയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് രക്തം തിളച്ചു. എൻ്റെ സഹോദരനാണവൻ. ഞാൻ ഈജിപ്ഷ്യനെ പോലെ വേഷത്തിലാണെങ്കിലും ആ നിൽക്കുന്ന ആ മിസ്രൈമിനെ ഉപദ്രവിക്കുന്നത് എൻ്റെ സഹോദരനാ. ഇവൻ സംസാരിക്കാൻ ചെന്ന അവസാനം വാക്ക് തറക്ക ഒരു ഒറ്റ അടി കൊടുത്ത് അവൻ മരിച്ചു. അത്ര സ്ട്രോങ് ആയിരുന്നു മോസസ്. ഒരൊറ്റ അടി കൊടുത്തതേ ഉള്ളൂ, അവൻ മരിച്ചു വീണു, കുഴിച്ചു മൂടി. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ ഇതാ രണ്ട് ഇസ്രായേൽ മക്കൾ തമ്മിൽ വാക്ക് തർക്കം, വഴക്കിടുന്നു. ചെന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ സഹോദരങ്ങളല്ലേ, നിങ്ങൾ ഒരാൾ ശാന്തമായി ക്ഷമിക്കണം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരുത്തം പറ, ഇന്നലത്തെ മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെ നീ കൊല്ലാമെന്നിരിക്കുന്നോ? പേടിച്ചുപോയി. അപ്പം മനസ്സിലായി, ഈജിപ്ഷ്യനായ മിസ്രൈമനായ ഒരുത്തനെ കൊന്നത് നാട് മൊത്തം അറിഞ്ഞു. ഫറവോന്റെ ചെവിയിലെത്തി. ശ്രദ്ധിക്ക, മോസസ് തൻ്റെ എബിലിറ്റി കൊണ്ട്, തൻ്റെ കഴിവ് കൊണ്ട്, തൻ്റെ പ്രാപ്തി കൊണ്ട് സ്വന്തം സഹോദരങ്ങളെ രക്ഷിപ്പാൻ നോക്കി, ഈജിപ്തിന്റെ അടിമത്തത്തിന് രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷെ അവൻ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വയം പ്രയത്നം കൊണ്ടൊക്കെ ചിലതൊക്കെ നോക്കുന്നവരുണ്ട്, ചിലതൊക്കെ നേടാൻ ശ്രമിക്കുന്നവരുണ്ട്. എൻ്റെ മോനെ ചുമ്മാതാ, നിന്റെ പ്രയത്നം കൊണ്ട് ഒന്നും നടക്കത്തില്ല. നീ എപ്പോൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ പറയട്ടെ, നിന്റെ പ്രയത്നമൊക്കെ വെറും വട്ടപൂജ്യമാ, വെള്ളത്തിൽ റാ വരയ്ക്കുന്ന പോലെയാ. പക്ഷെ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ആർക്കും തുറക്കാത്ത വഴികളോ, ആർക്കും തുറക്കാത്ത വാതിലുകളോ, ദൈവം നിനക്ക് വേണ്ടി തുറക്കും. സ്വന്തം ജനത്തെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുവാൻ സ്വന്തം പ്രയത്നത്തിലൂടെ മോശ ശ്രമിച്ചു. പക്ഷേ അവൻ പരാജയപ്പെട്ടു. മിസ്രൈം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. മിസ്രൈം വിട്ട് ഓടിപ്പോയി. മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിൻ്റെ വീട്ടിൽ അവൻ എത്തുകയാണ്. അവിടെ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ അവൻ നടക്കുക. അവൻ മരുഭൂമിയിൽ പോകുന്നതിന് മുമ്പേ അവൻ ഒത്തിരി കാര്യങ്ങൾ പ്രശംസിപ്പാനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഫറവോന്റെ വീട്ടിൽ വളർന്നവനാണ്. ആൾക്കാരൊക്കെ വലിയ നെഞ്ചുമിരിച്ചൊക്കെ പറയും, എൻ്റെ കുടുംബക്കാരെ നിങ്ങൾക്കറിയാവോ, ഇന്ന വീട്ടിലെ ഞങ്ങൾ, എൻ്റെ വീട്ടിൽ ഇത്ര അച്ഛന്മാരുണ്ട്, തിരുമേനിമാരുണ്ട്, പൂജാരിമാരുണ്ട്. ആമേൻ. എൻ്റെ അപ്പനായിരുന്നു നാട്ടിലെ വലിയ ലാൻഡ് ലോർഡ്. എൻ്റെ അപ്പനായിരുന്നു ആദ്യമായിട്ട് ഇവിടെ ഈ നാട്ടിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. പണ്ട് കോട്ടയത്ത് വെച്ച് ഒരാൾ ഒരു മീറ്റിങ്ങിന് വെച്ച് എന്നോട് വന്ന് വലിയ പരിചയപ്പെട്ടിട്ട് പുള്ളി പറയാ, പാസ്റ്ററെ ആദ്യമായിട്ട് മെർസിഡീസ് ബെൻസ് എന്നോട് പറയുകയാണത്. പ്രായമുള്ളൊരു അപ്പച്ചനാ, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, UAE-ന്ന് ദുബായിന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്തു, നാട്ടിൽ കൊണ്ടുവന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഇച്ചിരി കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഇങ്ങനെ വാചടി. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ ഇപ്പം എങ്ങനെ വന്ന്? ഞാൻ ഓർത്ത് ആ ബെൻസ് ഒന്ന് കാണാമെന്ന്. ഞാൻ ഓർത്ത് സണ്ണിച്ച ആ മെർസിഡീസ് ബെൻസ് ഒന്ന് കാണാമെന്ന്. അപ്പോഴേ കൊണ്ടുവന്ന് എന്നോട് പറയാ, പാസ്റ്റർ ഇപ്പം സൈക്കിളിലാണ് വന്നെന്ന്. ഇപ്പം മെർസിഡീസും ഇല്ല, ബെൻസും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. പ്രൈസ് ഗാഡ്. ഇന്ന് പകൽ നിന്നേതെ ഉപയോഗിക്കണോ? ദൈവം നിന്നെ ഉടയ്ക്കും.
ഉടയ്ക്കും, ഉടയ്ക്കും, ഉടയ്ക്കും. ആമേൻ. മോശ ഒന്ന് ഉടഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഇണങ്ങിയ പാത്രമായി തീരാൻ 40 വർഷം എടുത്തു. ഓ കമോൺ, എത്ര വർഷം എടുത്തു? ചെറിയ കാര്യമല്ല. പ്രൈസ് ഗോഡ്. കാരണം അത്ര പ്രതാപത്തില്ല. നമുക്കാർക്കും ലോകത്ത് കിട്ടാത്ത പദവിയിലാണ് പുള്ളി ഇരുന്നത്. ഫറവോന്റെ പുത്രൻ എന്നറിയപ്പെട്ടെ. ഹലോ, പിടികിട്ടിയില്ല, മനസ്സിലായില്ല. ഓ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഫറവോന്റെ പുത്രൻ, അതിനർത്ഥം ആ കാലത്ത് ലോകത്തെ ഭരിച്ച രാജാവാ ഫറവോ. എല്ലാ രാജ്യങ്ങളും ഫറവോന്റെ കീഴിലാണ്. ഈജിപ്റ്റ് മാത്രമല്ല. He was the richest king in that era, in that generation. ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ രാജാവ്, ഏറ്റവും ശക്തനായ രാജാവ്. ആമേൻ. അവൻ്റെ പുത്രനായിട്ട് ആരറിയപ്പെട്ടത്? ആരറിയപ്പെട്ടത്? പറഞ്ഞേ, പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. മോശ. ആമേൻ. അപ്പം പുള്ളിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു ഇച്ചിരി കിട്ടുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ നിലത്തും താഴെ ഒന്നും അല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഇപ്പം മോശയ്ക്കോ ഹൈ ക്വാളിഫൈഡ് ആണ്, ഹൈ ക്വാളിഫൈഡ്, ഹൈലി റിച്ച്, ഭയങ്കര പണമാണ്, നല്ല പൊസിഷൻ, എല്ലാം ഉണ്ട്. രാജാവിനെ പോലെ ജീവിക്കുന്നത്. ഈ പുള്ളിയെ ദൈവത്തിനൊന്ന് ഉടച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ ആൻറ്റി 40 years എടുത്തു. 40 വർഷം എടുത്തു. നിന്നെ ചില മരുഭൂമിയിലൂടെ ദൈവം വിടുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ആ മരുഭൂമിയിൽ കർത്താവ് നിന്നെ ഒടയ്ക്കും. ബൈബിൾ വേറൊരു വാക്യമുണ്ട്, മരുഭൂമിയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി നിന്നോട് ഹൃദയമായി ദൈവം സംസാരിക്കും, സംസാരിക്കും, സംസാരിക്കും. നമ്മുടെയൊക്കെ ലൈഫിൽ മരുഭൂമി ഉണ്ട് മക്കളെ. മരുഭൂമിയിൽ കൂടെ ഒക്കെ കടന്നു പോകാറുണ്ട് നമ്മളൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, ആ മരുഭൂമി നമ്മളെ തകർക്കുന്നതല്ല, മരുഭൂമി നമ്മുടെ പരാജയമല്ല, മരുഭൂമി കൊണ്ട് നമ്മൾ അവസാനിക്കത്തില്ല, മരുഭൂമി കൊണ്ട് നമ്മൾ തീരത്തില്ല. ഹല്ലേലൂയ. മരുഭൂമി കൊണ്ട് നമ്മൾ തീരത്തില്ല, മരുഭൂമി കൊണ്ട് നമ്മൾ തീരത്തില്ല. മരുഭൂമിയിൽ കർത്താവ് മോസസിനെ ഒടച്ചു, മോസസിനെ ഒടച്ചു, മോസസിനെ ഒടച്ചു. ഇന്നിപ്പോൾ ആരെങ്കിലും മരുഭൂമിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിന്നെ ഒടയ്ക്കുന്നൊരു സമയമാണ്. ഒടച്ചിലിൻ്റെ ഒരു പ്രോസസ്സിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോവുക. നിന്റെ തലകനമൊക്കെ ഉടയും. നിന്റെ അഹങ്കാരത്തെ ദൈവം ഉടയ്ക്കണം, ഉടയ്ക്കണം, ഉടയ്ക്കണം. സമർപ്പിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ ഉടയ്ക്കും അവിടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്തൊക്കെയോ ഒന്നും ചിന്തയൊക്കെ ഉണ്ട്, അതൊക്കെ ഉടയണം, അതൊക്കെ താഴെ പോകണം. ദൈവസ്ഥലം സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്, ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്. ആമേൻ. ഒരിക്കൽ ഒരുത്തൻ പുരോഹിതന്റെ മുദ്രപത്രവുമായി, അധികാരപത്രവുമായി ദമസ്കോസിലേക്ക് പോവുക. അവനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ അഹങ്കാരം എന്തെന്നറിയാമോ? ആമേൻ. ഗമാലിയൻ എന്ന ഇസ്രായേൽ ജൂയിഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആ കാലത്ത് ഏറ്റവും വലിയ പരീക്ഷനായിരിക്കുന്ന ഗമാലിയൻ്റെ അരിമ ശിഷ്യൻ, പാദപീഠത്തിലിരുന്ന് പഠിച്ചു വളർന്നവൻ, ജ്ഞാനത്തിന് ജ്ഞാനം, അറിവിന് അറിവ്, സ്വാധീനത്തിന് സ്വാധീനം, അധികാരത്തിന് അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ഇന്നത്തെ MP പോലെ അവിടുത്തെ സന്നി സംഘത്തിലെ അംഗമാണ് പൗലോസ്. ആമേൻ. എല്ലാവിധ അറിവുണ്ട്. സ്തെഫാനോസിനെ കല്ലെറിയുന്നവരുടെ കോട്ട്, തുണി മേടിച്ചു. എൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ അവനെ കൊന്നോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആമേൻ.
നിങ്ങൾ കല്ലെറിഞ്ഞു കൊന്നു, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അഹങ്കാരിയായിരുന്നവൻ. അവൻ്റെ അപ്പൻ വലിയ ധനികനായിരുന്നു. കിലിക്കയിൽ സ്വന്തം കപ്പൽശാലയുള്ളവൻ, കപ്പൽ പണിയുന്നവൻ, സ്വന്തമായി കപ്പലുള്ളവൻ. ആർക്കും തർക്കിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ആർക്കും തർക്കിച്ച് ജയിക്കാൻ പറ്റാത്ത ജ്ഞാനമുള്ളവൻ, അറിവുള്ളവൻ, കഴിവുള്ളവൻ, പ്രാപ്തിയുള്ളവൻ. ന്യായപ്രമാണ പുസ്തകം അരച്ച് കലക്കി കുടിച്ചവനാണ് പൗലോസ്. എന്നാൽ ഹല്ലേലൂയ, ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ ആമേൻ മഹാപുരോഹിതന്റെ അധികാരം, അതോറിറ്റി പേപ്പറുമായി ദമസ്കോസിലേക്ക് തന്റെ കുതിരയുടെ മുകളിൽ പട്ടാളക്കാരുടെ അകമ്പടിയോടെ പോകുമ്പോൾ, അകമ്പടിയോടെ പോകുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കലെത്തിയപ്പോൾ സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുക, ചില അഹങ്കാരികളെ ദൈവം സന്ദർശിക്കാൻ പോവുക, ചിലതിനെയൊക്കെ ദൈവം തൊടാൻ പോകുകയാ, ചിലതിനെ ദൈവം മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പോകുകയാ. സൂര്യനെ വെല്ലുന്ന പ്രകാശം, സൂര്യനെ വെല്ലുന്ന പ്രകാശം, സൂര്യനെ വെല്ലുന്ന പ്രകാശം. ഒരൊറ്റ അടിക്ക് താഴെ പോയി കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീണു തപ്പാൻ തുടങ്ങി. കാര്യം ആമേൻ, ഈ പ്രകാശം അടിക്കാൻ കണ്ണടിച്ചുപോയി. കണ്ണ് തുറന്നിട്ട് ഒന്നും കാണാൻ വയ്യ, ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആമേൻ, അഹങ്കാരത്തോട് വന്നതാ, അധികാരമായി വന്നതാ. ഇപ്പോൾ ഇതാ ഭിക്ഷക്കാരനെ പോലെ റോഡിൽ നിന്ന് തപ്പുക. വഴി അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, നീ അവിടെ ഇരിക്കുക 3 ദിവസം. പ്രൈസ് ഗോഡ്. നിനക്ക് വലിയ അഹങ്കാരമായിരുന്നല്ലോ. എനിക്ക് എന്തൊക്കെയോ അറിയാം, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ കഴിവ് എനിക്കുണ്ട്, എന്തൊക്കെയോ പ്രാപ്തി എനിക്കുണ്ട്, ഞാൻ ആരാണ്ടെന്നൊക്കെയുള്ള അഹങ്കാരമല്ലേ. 3 ദിവസം അവിടെ ഇരിക്ക. 3 days 3 ദിവസം അവനെ അവിടെ ഇരുത്തി ദൈവം. കണ്ണ് കാണുന്നില്ല മോനെ, കണ്ണ് തുറക്കുന്നുണ്ട്, പക്ഷെ മൊത്തം ഇരുട്ടാ. കണ്ണടിച്ചു പോയി. ഇന്ന് പകൽ ചിലതിൻ്റെയൊക്കെ അഹങ്കാരത്തെ ദൈവം ഓട്ടയ്ക്കും. ചിലതിൻ്റെ അഹങ്കാരത്തെ ദൈവം ഓട്ടയ്ക്കും. എന്തിനാണെന്നറിയോ? ദൈവത്തിന് അവനെ ഉപയോഗിക്കാനുണ്ട്, ദൈവത്തിന് അവനെ പണിയാനുണ്ട്, ദൈവത്തിന് അവനെ യൂസ് ചെയ്യാനുണ്ട്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ ഉടഞ്ഞവിടെ വെച്ച് അവനത് ഉടഞ്ഞു. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? ഞെട്ടിപ്പോയി. ആരാണ് അങ്ങാരാണ്? നീ ഉപദ്രവിക്കുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ഞാൻ. ഇന്ന് പകൽ ചില വ്യക്തികളെ ദൈവം സന്ദർശിക്കും. ഓമേ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം സന്ദർശിക്കും. ചിലതിനെയൊക്കെ ദൈവം ഓട്ടയ്ക്കും. ചിലതിൻ്റെ അഹങ്കാരത്തെ ദൈവം ഓട്ടയ്ക്കും. ചിലതിനെയൊക്കെ ദൈവം ഓട്ടയ്ക്കും. ഓ കം ഓൺ. നാൽപ്പത് വർഷം കൊണ്ടാണ് മോസസ് ഉടഞ്ഞത്. 40ാമത്തെ വർഷം ഇതാ ദൈവം അവനെ തേടി വന്നു. ദൈവം അവനെ തേടി വരുന്നു. ചില വ്യക്തികളോട് കർത്താവ് പറയട്ടെ മോനെ, ചില വ്യക്തികളോട് കർത്താവ് പറയാ. എന്നോട് കർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, മോനെ, വൈ ഐ ചൂസ്ഡ് മോസസ്. എന്തിനാണെന്നറിയാം ഞാൻ മോസസിനെ തിരഞ്ഞെടുത്തത്? കാരണം സ്തോത്രം, കൊട്ടാരത്തിലെ രീതികൾ അറിയാവുന്ന മോസസിന് മാത്രമാണ് പിടികിട്ടിയില്ല. മോസസിന്റെ സഹോദരൻ ആരൻ ഉണ്ടായിരുന്നു അവിടെ. മറ്റ് 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തില്ല. മോസസിനെ തെരഞ്ഞെടുക്കാൻ കാരണം, God told me he was acquitted to the custom of Egypt.
അവന് മാത്രമേ, വേറെ ആരും കൊട്ടാരത്തിൽ കയറി പരിചയമില്ല, വേറെ ആരും ഫറവോന്റെ മുന്നിൽ പോയി നിന്ന് പരിചയമില്ല, വേറെ ആരും കൊട്ടാരത്തിലെ രീതികളുമായി പരിചയമില്ല. പക്ഷേ മോശയ്ക്ക് മാത്രമേ കൊട്ടാരത്തിനകത്ത് പരിചയമുള്ളൂ. ചില വ്യക്തികളെ ചില മേഖലയിലൊക്കെ ദൈവം കയറ്റിവിടുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ. Come on. നാളെ അടുത്ത വരുന്ന ദിവസങ്ങളിൽ, വരുന്ന നാളുകളിൽ, വരുന്ന വർഷങ്ങളിൽ നീ യഹോവയെ അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പോവാ. പ്രൈസ് ഗോഡ്. എത്രയൊക്കെ സന്തോഷപ്പെട്ട കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. മോനെ, ദൈവം നിന്നെ വിടുന്നത് എന്തിനാണെന്നറിയാമോ? ഇന്ന് നിന്നെ ചിലപ്പോൾ ഒരു ജോലിക്കാരനായിട്ടായിരിക്കാം നിന്നെ ദൈവം വിട്ടിരിക്കുന്നതാ. നിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാഫായിട്ടോ സ്ഥാനത്തിനായിരിക്കാം നിന്നെ വിട്ടിരിക്കുന്നത് അവിടെ. പക്ഷേ ഇത് കഴിയുമ്പോൾ വൗ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ഹല്ലേലൂയ, മോശ തൻ്റെ കഴിവ് കൊണ്ട് ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അവസാനം അവനോട് ഓടിപ്പോകേണ്ടത് വന്നു. പക്ഷേ 40 വർഷം കഴിഞ്ഞപ്പോൾ അഭിഷേകത്തോടൊരു മടങ്ങി വരവുണ്ട്. എലിസബത്ത് സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ഡോക്ടർ എലിസബത്തിനോട് പറയുക, സിസ്റ്റർ ഒരു ഡോക്ടറായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്തു കുറേ വർഷങ്ങൾ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധനാ പറയുക, ആമേൻ, നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല ഞാൻ എന്തിനാ നാട്ടിൽ വന്നത്. ആമേൻ. കർത്താവ് എന്തിനാണ് എന്നെ കേരളത്തിൽ കൊണ്ടുവന്നത്? എന്തിനാണ് ഈ മരുഭൂമിക്കകത്ത്? പക്ഷെ കർത്താവ് എന്തിനാ കൊണ്ടുവന്നെന്നറിയാമോ? ഇവിടെ നിന്നെ നിറയ്ക്കാനാ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പറയുന്നു, നിനക്കൊരു മടക്കയാത്രയുണ്ട്, സ്വീകരിച്ചോടെ, നിനക്കൊരു മടക്കയാത്രയുണ്ട്. ആമേൻ. നീ തിരിച്ചു പോകുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടാ. ഭയങ്കര മിനിസ്ട്രി അവിടെ ഉണ്ട്. എന്തിനാ കർത്താവേ? ഹല്ലേലൂയ. മരുഭൂമി ചില ബുദ്ധിമുട്ടാവും. ഭർത്താവിനെ വിട്ട് നാട്ടിൽ, പ്രൈസ് ഗാഡ്, പണ്ട് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, സ്നേഹിതരൊക്കെ ഉണ്ടായിരുന്നില്ലേ, നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം വിട്ട് നാട്ടിൽ ദൈവം കൊണ്ടുവന്ന് എന്തിനറിയാം? You are the Moses of this generation. You are the Moses. You are the Moses. You are the Moses. തിരിച്ച് കുവൈറ്റിൽ അയക്കും ഒരു വലിയ മിനിസ്ട്രിക്ക് വേണ്ടി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Believe it. ഇന്ന് പകലിരുന്നാട്ടോ, ഇന്ന് പകൽ ചില വ്യക്തികൾ ദൈവം ഭയങ്കര അഭിഷേകത്താൽ നിറച്ചു. അന്യഭാഷകൾ പറഞ്ഞാട്ട് അല്പസമയം ടങ്സ്, കമോൺ, ടങ്സിൽ സൗദി മോഹൻ ചന്ദ്രൻ ബ്രദറിനോട് ഞാൻ പറയട്ടെ, കർത്താവ് ബ്രദറിലൂടെ വലുത് ചെയ്യാൻ പോവാണ്. ബ്രദറിന് ഇത്രയും ദാഹം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുറേ നാളെ മുമ്പ് ഒരു അവധിക്ക് കുടുംബമായി തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഇവിടെ വന്ന് എന്നെ കണ്ടു. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരൊറ്റ മീറ്റിംഗ് നിങ്ങൾ മുടക്കുന്നില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാറുണ്ടോ എന്ന് ഞാൻ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. വലിയ ഒരു മിനിസ്ട്രി ബ്രദറുടെ കർത്താവ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇരിക്കുന്ന ഓഫീസ് മുറിക്കകത്ത് സ്വർഗം ഇറങ്ങട്ടെ. താൻ എവിടെ ഇരിക്കുന്നത് അവിടെ സ്വർഗം ഇറങ്ങട്ടെ. ഇപ്പോൾ
ആ തിരുവനന്തപുരത്തായിരിക്കുന്ന കുടുംബത്തിനകത്തേക്ക് ദൈവം ഇറങ്ങുക. അസാധാരണമായ come on, God is touching him. ദൈവം തൊടുക. ആ ശരീരത്തെ ദൈവം തൊടുക. Be filled. വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കേൾക്കാൻ പോവാം. ആമേൻ. ദൈവം മോസസിനെ ഉടച്ചു മോനെ. തീയിൽ ദൂതൻ വെളിപ്പെട്ടു. മോശ ചിന്തിച്ചു, എന്താണ് അവിടെ കാണുന്നത്? മരുഭൂമിയിൽ ഒരു സാധാരണ സംഭവമാണ് മുൾപ്പടർപ്പ് കത്തുക എന്നുള്ളത്. സ്പെഷ്യലായിട്ടൊരു കാര്യമല്ല. പക്ഷേ ഈ തീക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തോ ഒരു പ്രത്യേകത. കത്തും കൊണ്ട് ചാമ്പലാവുന്നില്ല. ദിവസങ്ങളിൽ ചിലർ കത്താൻ പോവാ. ഇത് ചാമ്പലാനുള്ള കത്തലല്ല, ഉപയോഗിക്കപ്പെടാനുള്ള കത്തല. ഈ മീറ്റിംഗിന് വന്ന് കത്തുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ഫ്യൂച്ചർ വലുതാ, നിങ്ങളുടെ ഭാവി വലുതാ, നിങ്ങളുടെ നിലവാരങ്ങൾ മാറും. പുള്ളിക്കൊരു ആഗ്രഹം ഇതെന്താന്ന് കാണാൻ. പുള്ളി അടുത്തോട് ചെന്നു, ഇതെന്തെന്ന് കാണാൻ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പലരും കഴിഞ്ഞ ദിവസം വന്ന് ടേസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന്. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല. തീരുന്നതിന് മുമ്പേ വന്ന് കുടിച്ചോണം, പ്രാപിച്ചോണം. പക്ഷെ ഇത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ആമേ. എൻ്റെ അകത്ത് ഇത് പറ്റത്തില്ല. കാരണം എനിക്ക് ചാർജ് ആ മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ആമേ. ഞാൻ പറഞ്ഞു, ഞാൻ ഉണരാൻ എനിക്ക് മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഞാൻ വീട്ടിലിരുന്നാലും ഐ എം ഇൻ ദ സെയിം സ്പിരിറ്റ്. ഞാൻ ഒരുപോലെ കാര്യങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. പക്ഷെ ഈ മീറ്റിംഗ് ആണ് പലരെയും ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്, ചാർജ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇരുപത്തൊന്ന് ദിവസം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എൻ്റെ ആത്മീയ മക്കൾ പറയും, എൻ്റെ പാസ്റ്ററെ ഒരിക്കലും അങ്ങനെ പറയരുത്, ഇത് നിൽക്കരുതെന്ന്, ഇത് മുന്നോട്ട് പോകണമെന്ന്. ആമേൻ. ഇന്ന് 19ാമത്തെ ദിവസം ഞാൻ ഉപവാസത്തിലാണ്. നിങ്ങൾ ചിലവരൊക്കെ ഇന്ന് രാവിലെ നല്ല അടിപൊളി ഫുഡ് അടിച്ചിട്ടില്ല വന്നേ. ഞാൻ 19 ദിവസം കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ലിക്വിഡ് അല്ലാതെ. ഞാൻ ഇന്ന് ലിക്വിഡ് ഫോമിലല്ലാതെ. ഞാൻ പറയട്ടെ, ആമേൻ. എനിക്കൊരു ക്ഷീണവും ഇല്ല. പ്രൈസ് ഗോഡ്. എനിക്കൊരു ഒറ്റ ആഗ്രഹം, ഇവിടെ റിവൈവൽ എനിക്ക് കാണണം. ഈ റിവൈവൽ നിൽക്കരുത്. ഇത് ശക്തമായി മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മാവ് വ്യക്തികളെ തൊടണം, സ്പർശിക്കണം, വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഓരോ ഹല്ലേലൂയ പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ വീടുകൾക്കകത്ത് ദൂതന്മാർ ഇറങ്ങുക. ചുമ്മാ പറയാനല്ല. ആമേൻ. ആമേൻ. ഒരാഗ്രഹം രചിച്ച ഇതൊന്ന് അനുഭവിക്കണം. ആഗ്രഹമുണ്ടോ? ഇല്ല. ഉണ്ട്. എല്ലാവരോടും പറയാം, ചുമ്മാതെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. ആഗ്രഹിക്കണം. ഇന്നൊരു കുഞ്ഞു വന്നിട്ട് പറയാണ്, പാസ്റ്റർ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വിളിച്ചു, എന്നെ വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ നിൽക്കട്ടെന്ന് പറഞ്ഞു. ഈ ആഗ്രഹം നിൽക്കണം, കുറയരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ വിളിക്കും. എനിക്ക് പ്രാപിക്കണം. ആഗ്രഹിച്ചൊരൊക്കെ നിറഞ്ഞിട്ടുണ്ട്. വീടിനകത്ത് ഇന്നലെ രാത്രിയിൽ ഇരുന്ന് അഭിഷേകം പ്രാപിച്ചു ഹോളി സ്പിരിറ്റിലൊക്കെ ചിരിച്ചവരും റോർ ചെയ്തവരുണ്ട്. ആ സാക്ഷികളൊക്കെ ഇന്ന് പകൽ ഞാൻ കേട്ടു. കർത്താവ് എത്ര വിശ്വസ്തനാണ്. ആമേൻ. ഹല്ലേലൂയ. അതെന്താണെന്ന് നാളെയൊക്കെ പറഞ്ഞുതരാം ഒന്നുകൂടെ. ഇപ്പൊ ഇതിനുള്ള സമയമില്ല. മോശ തീയോട് അടുത്തപ്പോ ഒരു ശബ്ദം, മോശേ നിന്റെ കാലിലെ ചെരുപ്പൂരിയിടുക. ഇത് വിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ. എന്താണ് ചെരുപ്പ്? കർത്താവ് എന്നോട് ചില ദൂതുകൾ പറഞ്ഞു.
അത് ഇന്ന് സംസാരിക്കാൻ പോകും. മോശ 40 വർഷം കൊണ്ട് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ചെരുപ്പെല്ലാം പോയി കാണും അല്ലേ? 40 വർഷം ഒന്നും ഏതായാലും ഒരു ഷൂ നിൽക്കത്തില്ല. നിൽക്കുവോ? എനിക്ക് തോന്നുന്നില്ല. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിൽക്കത്തില്ല, പെട്ടെന്ന് പോകും അല്ലേ? അപ്പൊ മോശ ഇട്ടിരുന്നത് ആട്ടിടയന്റെ ചെരുപ്പാണ്. മോശയുടെ കർത്താവ് പറഞ്ഞത്, മോനെ നിന്റെ ലെവൽ മാറാൻ പോവാ, നിന്റെ അവസ്ഥ മാറാൻ പോവാ. 40 വർഷമായി നീ ഒരു ആട്ടിടയനാ, എന്നാൽ ഇനി ഞാൻ നിന്നെ മടക്കി ഒരു ലീഡറാക്കി, ഒരു ജനത്തിന് തലവനാക്കി, നേതാവാക്കി ഈജിപ്തിലേക്ക് വിടാൻ പോവാ. ഈ ചെരുപ്പ് കൊണ്ടൊന്നും അവിടെ പോകാൻ പറ്റത്തില്ല. ഊരിയിടാൻ അങ്ങോട്ടെ. ആമേൻ. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. പ്രസംഗം കഴിഞ്ഞില്ല, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം വിശ്വാസത്തോടെ. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില ചെരുപ്പുകൾ ഇന്ന് അഴിക്കാൻ പോവാ. കാലിലെ ചെരുപ്പല്ല ഉദ്ദേശിക്കുന്ന ദൈവം, ജീവിതത്തിലെ ചില ബന്ധനങ്ങളെ നീ അഴിച്ചു മാറ്റാൻ പോവാ. എത്രക്ക് ആഗ്രഹമുണ്ട്? ആമേൻ. ഓരോ വാക്ക് പറയുമ്പോൾ എന്നോട് ചേർന്ന് ഗോ എന്ന് പറയാ, അല്ലെങ്കിൽ വിട്ടുപോകാൻ പറയാ. ആമേൻ. ആ ചെരുപ്പ് വിട്ട് കളയാ. റെഡിയാണോ? പറയാ. റെഡിയാണോ? വൺ ഈസ് ഫെയിലിയർ, പരാജയം. പറ യേശുവിന്റെ നാമത്തിൽ. ഡിഫീറ്റ്, തോൽവി. ഇൻഫീരിയറിറ്റി, അപകർഷത. വീക്ക്നെസ്, ബലഹീനത. നെഗറ്റിവിറ്റി, നിഷേധാത്മകത. ഫിയർ, ഭയം, പേടി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ഡൗൺഫോൾ, പതനം വിട്ടുപോ. ഷെയിം, നാണംകേട് വിട്ടുപോ. സിക്നസ്, അസുഖങ്ങൾ വിട്ടുപോ. ഡെബ്റ്റ്സ്, കടങ്ങൾ വിട്ടുപോ. ബാരനസ്, വന്ധ്യത വിട്ടുപോ. അൺപ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയില്ലാത്തത് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ഡീപ്രമോഷൻ, തരം താഴ്ത്തലിന്റെ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ പറ. വിട്ടുപോ, വിട്ടുപോ. ഗോ. സെറ്റ്ബാക്സ്, തിരിച്ചടികൾ പറ. പോ, പോ. ലോൺലിനെസ്, ഏകാന്തത പറ. പോ, പോ. ഗിൽറ്റി, കുറ്റബോധം പറ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ, വിട്ടുപോ. കഴിഞ്ഞ നാളുള്ള കുറ്റബോധങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിശാചിടുന്നത് വിട്ടുപോണത്. ലൂസസ്, നഷ്ടങ്ങൾ ഉണ്ടായ നഷ്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറ. വിട്ടുപോ, വിട്ടുപോകാതെ. Every losses in my life, I command to go. The spirit that is putting losses in my life, എന്റെ ലൈഫിൽ നഷ്ടങ്ങൾ ഇടുന്നത് പോ. ഡിസോണർ, മാനക്കേട് പോ. Evil reports, ദുഷിച്ച റിപ്പോർട്ടുകൾ പോ. All kinds of pain and burden, എല്ലാവിധ വേദനകളും ഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ഉറങ്ങാൻ കിടന്നപ്പോൾ കർത്താവ് ഇടുന്നതിനെ പറ്റി 3 കാര്യം കൂടെ പറഞ്ഞു. ശരി, that is limitations. നീ ഒതുക്കുന്നതാ പറ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇനി എന്നെ ഒതുങ്ങത്തില്ല, എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ഓപ്പറേഷൻ, ഞെരുക്കം പറ. ഞെരുക്കം, ഓപ്പറേഷൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പറ. ഞെരുക്കം വിട്ടുപോ, വിട്ടുപോ. 3 ലാക്ക്, ശൂന്യതയുടെ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ, വിട്ടുപോ. കാര്യങ്ങളാണ് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. ഇതെല്ലാം മോശയുടെ ലൈഫിലുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, മോനെ ചെരുപ്പൊക്കെ കൊണ്ട് അയച്ചു മാറ്റും. ഓ, സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ചെരുപ്പ് അങ്ങോട്ട് മാറ്റുക. സ്വർഗം പറഞ്ഞു, മോനെ ചെരുപ്പ് റെപ്രസെന്റ് ചെയ്ത് ഇതിനെയാ. പക്ഷെ മോസസിനോട് ദൈവം പറഞ്ഞു, ഇത് വിശുദ്ധ സ്ഥലമാ, ഇതിന് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ ചർച്ചനകത്തിരിക്കുന്ന ഒരു വ്യക്തിയിലും ഈ പറയപ്പെട്ടതൊന്നും ഇനി ഞാൻ കാണത്തില്ല.
സഭയ്ക്കകത്ത് കയറുന്ന ആത്മാർത്ഥമായി ആഗ്രഹത്തോടെ ദാഹത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ Come on. യഹൂദ ഗോത്രത്തിന്റെ സിംഹം പറയാ, ഞാൻ ജയിച്ചവനാണ്, ഞാൻ ജയാളിയാ. സിംഹം വെളിപ്പെട്ടാൽ receive. കീറിക്കളയ പിശാചിന്റെ പദ്ധതികളെ ഈ പറയപ്പെട്ട സകലത്തെ ഇന്ന് സിംഹം കീറിക്കളയ. ഇന്നലെ നിന്നെ വെല്ലുവിളിച്ചതാ, നിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ചതാ, നിന്റെ തലമുറ വെല്ലുവിളിച്ചതാ, നിന്റെ ഭവനത്തെ വെല്ലുവിളിച്ചതാ. Come on. Oh. സിംഹം വെളിപ്പെടുക.
സിംഹം വെളിപ്പെടുക. തിരിച്ചടികൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ നീ വലിച്ചു കീറുക. സിംഹം You are going to roar about nations. You are going to roar about nations. Kings, 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 kings. Oh. You are going to roar against the principalities of nations. നീ ചെറിയ വ്യക്തിയല്ല, വലിയ പ്രവാചകനാണ് നീ, വലിയ പ്രവാചകനാണ് നീ. ഓ കർത്താവ് കുഞ്ഞിനെ നിറച്ചോണ്ടിരിക്കുക. കർത്താവ് കുഞ്ഞിനെ നിറച്ചോണ്ടിരിക്കുക. അവന്റെ ലെവൽ അസാധാരണമായ ലെവലാണ്. സിംഹമാകുന്ന പോലെ ഈ രാജ്യങ്ങളുടെ മീതെ, രാജാക്കന്മാരുടെ മീതെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഈ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഭയങ്കരമായിട്ട് ഈ വീടിനെ ദൈവം ആ വീടിന്റെ രൂപം മാറ്റുന്ന ഫാസ്റ്റിംഗ് പ്രയർ ഇത്രക്ക് സന്തോഷമുണ്ടെന്ന് തോന്നാൻ കരങ്ങൾ ഉയർത്തി. ഹാലല്ലോ, സ്വർഗം ഇവിടെ വന്നിട്ടുണ്ട്, സ്വർഗം ഇവിടെ വന്നിട്ടുണ്ട്. ആരൊക്കെ ഇവിടെ ദാഹത്തോടുണ്ട്? God is looking for someone ഹങ്കറുള്ള, തേഴ്സ്റ്റുള്ള, ഹങ്കറുള്ള, തേഴ്സ്റ്റുള്ള, ഹങ്കറുള്ള, തേഴ്സ്റ്റുള്ള, ദാഹമുള്ള, 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 ദാഹമുള്ള. ഓ വിമല സിസ്റ്ററിന്റെ വീടിനെ ദൈവം തൊടാൻ പോവാ. ഇപ്പോൾ തന്നെ സിംഹത്തെ പോലെ അലറുക. യഹൂദ ഗോത്രത്തിന്റെ സിംഹം. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഭയങ്കരമായിട്ട് ദൈവം തൊടുക വീടിനെ. ആ വീടിന്റെ ലെവല് മാറും. Who is that? Who is that? Come on. Yeah, you know it. Let's the lions roar. Hey, Lion of Judah. Let 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 the
let the lions roar. Hey, hey, Lion of Judah, let the lions roar. Oh, hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions ഭാഷകളുടെ വാരം അവന്റെ മേലുണ്ട്. വിവിധ ഭാഷകളിൽ അവൻ സംസാരിക്കും. ആ ഓ let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, hey, Lion of Judah, let the lions roar. Hey, Lion of Judah, let the lions roar. യഹൂദാ ഗോത്രത്തിൽ സിംഹമേ ഗർജിക്കുക. 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 ആമേൻ. എല്ലാവർക്കും ഒരു നിമിഷം വരിക. ആദ്യമായി കാണുന്നവരും കേൾക്കുന്നവരും ചിന്തിക്കും, എന്താ പാസ്റ്റർ ഇത്? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. കാരണം ഐ ഹാവ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. 1-ാം വാക്യം മുതൽ താഴെ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം And I saw in the right hand of him that sat on the throne a book written within and on the back, close sealed with 7 seals. Verse 2. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ കണ്ടു. And I saw a strong angel proclaiming with a great voice, who is worthy to open the book and to loose the seals thereof. Next. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. And no one in the heaven or on the earth or under the earth was able to open the book or to look thereon. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ആരാ കരഞ്ഞത്? And I wept much because no one was found worthy to open the book or to look thereon. Verse 5. നിങ്ങൾ ശ്രദ്ധിക്കണം. 5-ാം വാക്യം ശ്രദ്ധിക്കുക. 5-6. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. And one of the elders saith unto me, weep not. Behold, the Lord that is of the tribe of Judah
the root of Daniel hath overcome to open the book and the 7 seals thereof. Wow. താഴെ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. I see a lamb standing as though it had been slain. ഇനി ശ്രദ്ധിക്കുക. അതിന് 7 കൊമ്പ്. മതി. യേശു ഭൂമിയിൽ വന്നത് കുഞ്ഞാടായിട്ടാണ്. He came as a lamb. കുഞ്ഞാടായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. ക്രൂശിൽ കയറിയതും കുഞ്ഞാടായിട്ടാണ്. പക്ഷെ സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നതും ഇന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നതും കുഞ്ഞാടായിട്ടല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടാണ്. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടായിരിക്കുന്നത്. ഓരോ ജനറേഷനിൽ മോനെ ഓരോ റെവലേഷൻസ് വെളിപ്പെടും. മനസ്സിലായോ? ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാല് തൊട്ടിൽ ഈ ഒരു പെന്തക്കോസ്റ്റൽ അനുഭവത്തിലാണ്, ഈ ഒരു തലത്തിലാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലെ കേരളത്തിലെ പെന്തക്കോസ്റ്റൽ തുടക്ക സമയങ്ങളിലൊക്കെ ഇതൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആത്മീയ ശുശ്രൂഷയിൽ ആൾക്കാർ തെറിച്ചു പോകും, വീഴും, ഇതൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അന്ന് ഭക്തരായ ശക്തരായ ദൈവദാസന്മാരുണ്ടായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല, ആ കാലഘട്ടത്തിൽ രണ്ടാമത് അപ്പച്ചൻ മരിച്ചുപോയി, 19 വയസ്സ് കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ ലോഡ്ജിൽ താമസിക്കുമ്പോൾ ആ ലോഡ്ജ് ഇതുപോലെ അവിടെ ഒരു IPC ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നൊരു ചെല്ലപ്പച്ചാൻ്റെയാണ് ലോഡ്ജ്. അവരുടെ വീട് തൊട്ട് ആ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ആ അപ്പച്ചനോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പുള്ളിയുടെ 2ാമത്തെ വയസ്സിൽ ഹൈന്ദവ വിശ്വാസം ഇതിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് വന്നു. 2ാമത്തെ വയസ്സിൽ അതിൽ അപ്പന്മാർ, വല്യപ്പന്മാർ. അപ്പോൾ ഒരിക്കൽ ആ അപ്പച്ചൻ, അന്ന് ഞാൻ ആ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന അവസാന സമയത്ത് ആ ഒരു ടൈമാണ് സ്ലേനിങ് ഇൻ ദ സ്പിരിറ്റ് സൃഷ്ടി. അതായത് ആളുകളെ തൊടുമ്പോഴൊക്കെ തെറിച്ചു പോകുന്നു ദൈവശക്തി. കാരണം നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ. ഒരു ലിമിറ്റ് വരെ പറ്റത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ താഴെ പോകും. അതാണ് ആളുകൾ പലപ്പോൾ തെറിച്ച് താഴേക്ക് പോകുന്നത്. അന്ന് അപ്പച്ചനോട് പറഞ്ഞു, കെ ഇബ്രാഹിം സാർ എന്ന IPCയുടെ സ്ഥാപകർ, അവർക്ക് ഇതുപോലെ മിനിസ്ട്രി ചെയ്തിരുന്നത് അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓർമ്മയുണ്ടെന്നും. എന്നാൽ പിന്നീട് സഭകൾ വന്നതൊരു ഓർഗനൈസേഷനായി മാറുമ്പോൾ കർത്താവിനേക്കാളും വ്യക്തികൾക്ക് പ്രാധാന്യം വരും. അതെല്ലായിടത്തും അങ്ങനെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥന, ഇതൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ കർത്താവിനൊരു താമസിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ഇത് ഏറ്റെടുക്കും. പക്ഷെ അതൊരു ഓർഗനൈസേഷനായി മാറിപ്പോയാൽ തീർന്നു. ആത്മാവിൽ നയിച്ചാലേ ഈ ഉണർവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിടിയിട്ടുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു? അതിനകത്ത് മനുഷ്യനും ബുദ്ധിയും സ്ഥാനമാനങ്ങളൊക്കെ കയറിയാൽ പോയി. ഒറ്റൊരാൾ എല്ലാം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഓക്കെ, അതാണ് ഈ സഭകൾക്കൊക്കെ. മർത്തോമ സഭയുടെ ചരിത്രം എബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന ഇല്ലേ ഒരു അച്ഛൻ, അദ്ദേഹത്തിനൊരു ഉണർവുണ്ടായി. അതേ അന്നുണ്ടായിരുന്ന ഓർത്തഡോക്സ് ആണെന്നല്ലേ, ഓർത്തഡോക്സ് മർത്തോമക്കാരും ഇല്ലേ, പഴയ മർത്തോമക്കാരൊക്കെ. നിങ്ങൾക്ക് ചരിത്രമൊന്നും അറിയത്തില്ല എന്നെ. ഓക്കെ, സത്യല്ലേ ഞാൻ പറയുന്നത്. അത് വിട്ട് അദ്ദേഹം റിവൈവ്ഡായി ഇറങ്ങി വന്നു. അന്ന് ഭയങ്കര ഉണർവായിരുന്നു സഭയ്ക്കകത്ത്, ഇന്നത്തെ പോലൊന്നും അല്ല അല്ലേ ഓമനേരി? എനിക്കാരും ഓർമ്മ കാണത്തില്ല. കൊച്ചുകുഞ്ഞുപദേശിയുടെ കാലം, അതൊക്കെ ഭയങ്കര ഉണർവായിരുന്നു സഭയ്ക്കകത്ത്. എന്നാൽ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ സഭ പൊളിറ്റിക്സായി, സംഘടനയായി രൂപപ്പെട്ടു. ആ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെയാണ്. പ്രാവല്ല, പ്രാവ് പോലെയാണ്. ഭയങ്കര സെൻസിറ്റീവാണ്. കഴിഞ്ഞ സാറ് പറഞ്ഞ അഴുക്കുള്ളിടത്തൊന്നും പ്രാവ് ഇരിക്കത്തില്ല. ആരാ പറഞ്ഞു? എന്താ സംഭവം? കർത്താവിന് ഇഷ്ടമില്ലാത്തിടത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കത്തില്ല. പാരവപ്പും സഭാ പൊളിറ്റിക്സും കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പരിശുദ്ധ അവിടെ നിന്ന് പോകും. പക്ഷേ ശുഭ്രരെ പാട്ടുണ്ടാവും, പ്രാർത്ഥനയുണ്ടാവും, പ്രസംഗമുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കുടിയനെന്നും കുടിയനായിട്ടിരിക്കും, തകർന്നവൻ തകർന്നവനായിട്ടിരിക്കും. മാനസാന്തരം ഇല്ല.
ഒരു മാറ്റവും വ്യക്തികളിൽ ഉണ്ടാകത്തില്ല പരിശുദ്ധനെ പോയി കഴിയുമ്പോൾ. ആമേ. ജോണിന്റെ സാക്ഷി എത്ര ജോണിന്റെ സാക്ഷി എത്ര പേര് കേട്ടിട്ടുണ്ട്? എത്ര കേട്ടിട്ടുണ്ട്? ചുരുക്കം ആളുകളേ ഉള്ളൂ. ഒരു ദിവസം ജോൺ സാക്ഷ്യം പറയും, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഒരു സമയത്ത് നഷ്ടപ്പെട്ട് സിന്തറ്റിക് കെമിക്കൽ ഡ്രഗ്സിൻ്റെയും കഞ്ചാവിൻ്റെ ഇടയിൽ വെനം അല്ലേ, കഴിഞ്ഞ ദിവസം അതൊന്നും ഇവിടൊന്നും കുഴപ്പമില്ല, ആരും പേടിക്കത്തൊന്നുമില്ല അല്ലേ. ഗുജറാത്തിൽ പോയാ ചെയ്തത്. കാര്യം ഇവിടുത്തെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഇവിടുത്തെ സിന്തറ്റിക്കും കെമിക്കൽ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടും ക്ലിക്കാകുന്നില്ല. കാരണം അത് അതുപോലെ ആയിപ്പോയി അല്ലേ. ഒന്നും അങ്ങോട്ട് വെച്ചാൽ ഏക്കുന്നില്ല. എന്തൊക്കെ എല്ലാ ദിവസവും കഞ്ചാവ്, ഡെയിലി കഞ്ചാവ്. നീ പേടിക്കണ്ട, കാര്യം ഇപ്പം കല്യാണം കഴിഞ്ഞു കുട്ടിയായതുകൊണ്ട് പേടിക്കണ്ട. സാക്ഷി ധൈര്യത്തോട് പറയാം. അങ്ങനെ ഇവിടുത്തെ ഒന്നും അങ്ങോട്ട് എഫക്റ്റ് ആകാതെ വന്നപ്പോ ജോൺ ഗുജറാത്തിൽ പോയി അല്ലേ. ഗുജറാത്തിൽ എന്തിനാ പോയത്? ഇതിനു വേണ്ടി മാത്രം. ഞാൻ ഡൽഹിയിലായ സമയത്ത് അത് ഡൽഹി ഗുജറാത്ത് ബോർഡറിൽ പോയാലേ ഇതിങ്ങനെ കിട്ടുള്ളൂ. ഇത് കിട്ടത്തുള്ളൂ. ഇതെന്താ സാധനം? അത് നമ്മൾ നാക്ക് നീട്ടി വെച്ച് കൊടുക്കണം, അവര് പാമ്പിനെ കൊണ്ട് കൊത്തിക്കും. അപ്പൊ അത് നാക്ക് നീട്ടി വെച്ച് കൊടുക്കുമ്പോ പാമ്പിനെ കൊണ്ട് കൊത്തിക്കും. അതും ലഹരിയാണ്. ഓ, ഹൈ ലഹരി. ആമേ. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഒരാൾ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും ലോകത്ത് ചിന്തിക്കുമോ? പറ. പക്ഷെ ക്രിസ്തു ഉള്ളിടത്ത് വന്നാൽ, ക്രിസ്തു ഉള്ളിടത്ത് വന്നാൽ, ക്രിസ്തു ഉള്ളിടത്ത് വന്നാൽ, ക്രിസ്തു ഉള്ളിടത്ത് വന്നാൽ, ക്രിസ്തു ഉള്ളിടത്ത് വന്നാൽ ക്രിസ്തു ഉള്ളിടത്ത് വന്നാൽ എത്ര വലിയ ബന്ധനമായാലും ശിവരെ അഴിയും, നിൽക്കാൻ പറ്റത്തില്ല. 2 വർഷം മുൻപ് ദൈവം ഈ മോനെ ഞങ്ങൾക്ക് തന്നു. അവനെ ദൈവം ഞങ്ങൾ കൊണ്ടുവന്നു. പൂർണ്ണമായി എല്ലാത്തിൻ്റെയും വെടിവെച്ചു. അവന് ബിസിനസ് തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഇന്ന് അവൻ്റെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുക. നീ യൂട്യൂബിൽ തന്നെ ഈയിടെയാ കയറി. യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇതിപ്പോ 2 മാസമായുള്ളൂ. 10K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. 10,000 പേര്. 10,000-ലധികം. ഇന്നലെ 11,000 പേര്. ആ, മറ്റേതിലേതിലായിരുന്നു? ഏതായിരുന്നു അത്? ഇൻസ്റ്റാഗ്രാമിലോ? അവിടെ 13,000 പേരോളം ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ മില്യൺ കണക്കിന് വ്യൂസും ഉണ്ട്. മില്യൺ കണക്കിന് വ്യൂവേഴ്സായി. ഇന്നവരുടെ ഡോഗ് ഗ്രൂമിങ് അല്ലേ, പേരെന്താ? ഡി ഗ്രൂമേഴ്സ്. ആ ബിസിനസ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുക. കരങ്ങളിൽ അടിച്ച് ദൈവം കർത്താവിന് ഒരുവൻ അങ്ങോട്ട് പിൻപറ്റിയ അവന്റെ ജീവിതത്തെ മാറ്റമല്ല മാറ്റുന്നത്. ദൈവം വഴികൾ വാതിൽ തുറന്ന് അവനെ ദൈവം ഉയർത്തും. താങ്ക് യു മോനെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. പാമ്പിനെ പോലും വെച്ച് നാക്കെ കൊത്തിച്ചു. എന്തുകൊണ്ടാ? ലഹരിക്ക് വേണ്ടി. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, മോനെ നിന്റെ നാവ ഒരു അഭിഷക്തന്റെ നാവായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ നാവാക്കി ദൈവം നിന്റെ നാവിനെ മാറ്റുകയെന്ന് പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞു. രണ്ടാമത് അഴിയാൻ പോകുന്നത് ഈ ചെരുപ്പ് കർത്താവിനെ കാണിച്ചു. എന്താണെന്നറിയോ? ഇത് ചില കെട്ടുകൾ നിന്ന് പൊട്ടുക. വാച്ചിനോട് പറ അല്പസമയം മിണ്ടരുതെന്ന് പറ. മൊബൈലൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം, സൈലൻ്റ് ആക്കി വെക്കണം. ഇത് ദൈവമുള്ള സ്ഥലമാണ്. ഞാൻ വേറെ എവിടത്തെ പോലെ അല്ല ഇവിടെ. ഞാൻ പറയാം, ഇവിടെ ദൈവമുണ്ട്. സോ ബി സീരിയസ്. സമയം നോക്കാനാണെങ്കിൽ വരരുത് വീട്ടിൽ. ഇനിയും തൊട്ട് സമയം നോക്കാനും തിരക്കുള്ളവരും ദയവായി വരരുത്. എനിക്ക് ദൈവത്തെ അറിയണം, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തെ വേണം. അങ്ങനെയുള്ളവരെ ഞായറാഴ്ചകളിൽ വരാം. വന്നതുപോലെ നീ പോത്തില്ല, നിന്റെ ലൈഫ് മാറും. കർത്താവ് പറഞ്ഞു ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 to 21. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. രണ്ടാമത് കർത്താവിനോട് പറഞ്ഞു ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഈ ഷൂ ആയിരുന്നു, ചെരുപ്പായിരുന്നു. അദ്ദേഹം ദൈവമില്ലാതെ നടന്നൊരു മനുഷ്യനാണ് മരുഭൂമി. ഒന്ന് പറഞ്ഞു ദുർനടപ്പ്, സെക്ഷൽ ഇമ്മോറാലിറ്റി.
പറ. ഗോ. ഗോയ പറഞ്ഞു, വിട്ടുകളാനാ പറഞ്ഞു. പറഞ്ഞേ, സെക്ഷൽ ഇമ്മോറാലിറ്റി. പല രീതിയിൽ ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ട്. പ്രോണോഗ്രാഫി വാച്ച് ചെയ്യുന്ന, ആവശ്യമില്ലാത്ത വീഡിയോകൾ ഷെയർ ചെയ്യുക. ചിലർക്ക് ഇതില്ലാതെ പറ്റത്തില്ല, ചിലർ ഇതിന് അഡിക്റ്റഡ് ആണ്. ഇന്ന് പകൽ നീ പുറത്തു വരിക, നീ പുറത്തു വരിക. കുറെ നാളായി അത് ഹൃദയത്തിൽ കൊണ്ടു നടന്ന് ഭാരപ്പെടുന്നവരുണ്ടാകാം, എനിക്കിതിനെ ജയിക്കണം. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയാം, ആ ചെരുപ്പ് നിന്ന് മാറിപ്പോവാ, ആ ബന്ധനത്തിനകത്തു നീ പുറത്തു വരിക. പറഞ്ഞ അശുദ്ധി, ഇംപ്യൂരിറ്റി, lustful pleasures, ദുഷ്കാമം, ഐഡോളട്രി എന്ന് പറഞ്ഞ വിഗ്രഹാരാധന യുടെ സ്വാധീനം. പറഞ്ഞ് പോ. പറയുന്നുണ്ടോ? അതെല്ലാം അഴിയ. എത്ര ഇത് വിശ്വസിക്കുന്നുണ്ട്? പിന്നെ ആഭിചാരം, പറ യേശുവിന്റെ നാമത്തിൽ പോ. ആമേൻ. സോർസറി പോ. ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ പക. പറഞ്ഞ് പോ. പക മാറണം. പറ യേശുവിന്റെ നാമത്തിൽ പോ. അടുത്ത കോറലിംഗ് എന്ന് പറഞ്ഞാൽ പിണക്കം, വഴക്കിടൽ. പറ പോ. പോ. പിന്നെ ജലസി, ജാരശങ്ക. പറഞ്ഞ് പോ. ഔട്ട്ബേസ്റ്റ് ഓഫ് ആംഗർ എന്ന് പറഞ്ഞ ക്രോധം. ഈ ക്രോധവും കോപവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യന് കോപം വരാം, കാര്യം മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ കോപങ്ങൾ വരാം. പക്ഷേ കോപത്തിന് അപ്പുറത്തോട്ട് വന്ന ക്രോധം. ചില ആളുകൾ ക്രോധമായിരുന്നു അല്ലേ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലർക്ക് ദേഷ്യം. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് ഇന്ന വ്യക്തിയെ വിളിക്കാൻ പോലും പേടിയാണ്, വിളിക്കുന്ന നിമിഷം തൊട്ട് ദേഷ്യമാണ്, ക്രോധത്തിന്റെ ആത്മാവാ. ഇന്ന് പറ യേശുവിന്റെ നാമത്തിൽ പോ. പറ പോ. സെൽഫിഷ് അംബിഷൻസ്, ആമേൻ, പോ. ശാഠ്യം പോ. ദ്വന്ദ്വപക്ഷം പോ. ഭിന്നത പോ. അസൂയ, ജലസി പോ. മദ്യപാനം. ഹലോ, ആർക്കെങ്കിലും ഉണ്ടോ അതിനോട് ഭയങ്കര അങ്ങ് ടെൻഡൻസിയാ? ആമേൻ. മദ്യപാനം ജയിക്കാൻ പറ്റുന്നല്ലോ. പറ പോ. യേശുവിന്റെ നാമത്തിൽ പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുക്കൂത്ത്. പറഞ്ഞ് പോ. പറഞ്ഞ ഞാൻ ജയാളിയാണ്. ശബ്ദമുയർത്തി പറഞ്ഞ ഞാൻ ജയാളി, ഞാൻ ജയാൾ, ഞാൻ ജയാൾ, ഞാൻ ജയാൾ. I am victorious. Hallelujah. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. അടുത്ത ഭാഗത്തേക്ക് ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ കയറുന്നില്ല. അത് നാളെയുടെ സന്തോഷം. ഈ മനുഷ്യനെ ദൈവം വിളിച്ചിട്ട് മോശ വിളിക്കുമ്പോൾ മോശ പറയുന്നത്, ഞാനൊന്നുമില്ല, ഐ എം നത്തിങ്. ഞാൻ വിക്കനാണ്, തടിച്ചം ആവുള്ളവനാണ്. 40 വർഷം കൊണ്ട് ഉടച്ച് ദൈവം. ഈജിപ്തിലെ ശക്തനായിരുന്നു. ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത ആളാ, അടുത്ത ഫറവോൻ ട്രെയിൻഡാണ്. ഹല്ലേലൂയ. രാജാവിന് ശേഷം ഒരാളെ മാത്രമല്ല അവർ അടുത്ത രാജാവായി ട്രെയിൻ ചെയ്യിക്കുന്നത്, 2-5-6 പേരെ ട്രെയിൻ ചെയ്യിക്കുക. കാര്യം ഒരുത്തൻ മരിച്ചാൽ അടുത്തവൻ ട്രെയിൻഡ് ആയിരിക്കണം. ആ കൂട്ടത്തിൽ ഫറോന്റെ മോൻ എന്നറിയപ്പെടുന്ന മോസസ് was also trained to be a pharaoh. അടുത്ത ഫറോ ആകാൻ ട്രെയിൻഡാ. അടുത്ത ഫറോ ആകാൻ. അവിടെ അവൻ മുട്ടുമടക്കി
അവിടെ അവൻ മുട്ടുമടങ്ങി. കർത്താവേ, ഇന്ന് പകൽ വലിയൊരു നിറവിലേക്ക് ദിവസം ദൈവം നടത്താമ്പോ ആർക്കിന്ന് പകൽ ദൈവത്തിനോട് ഉടയാൻ താല്പര്യമുണ്ട്. ആ കസേര വിട്ട് വേഗത്തിൽ മുന്നോട്ട് വന്ന്, പ്രായമുള്ളവരല്ല, വേഗത്തിൽ മുന്നോട്ട് വന്ന് ഈ പായൽ മുട്ടുമടക്കുക, എന്നോടൊപ്പം മുട്ടുമടക്കുക. സ്വീറ്റ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എനിക്കറിയത്തില്ല എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്. മുട്ടുമടക്ക തലയില്ലാത്തൊരു കസേരകളിൽ ഇരിക്കാം. സ്നേഹിക്കുന്നേ 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 മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ ജനം കരയുക, ഞെരുക്കത്തിലൂടെ പോവുക, എൻ്റെ ജനം ഞെരുക്കത്തിലൂടെ പോവുക. എനിക്കവരെ വിടുവിക്കണം, എനിക്കവരെ വിടുവിക്കണം. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് എനിക്കവരെ പുറത്ത് കൊണ്ടുവരണം, എനിക്കവരെ പുറത്ത് കൊണ്ടുവരണം, എനിക്കവരെ പുറത്ത് കൊണ്ടുവരണം. I want to bring them out, bring them out. നീ പോകണം. നിന്നെ ഞാൻ കണ്ടിരിക്കുക, നിന്നെ ഞാൻ കണ്ടിരിക്കുക, നിന്നെ ഞാൻ കണ്ടിരിക്കുക. ഒരു വേവ് ഇതിനകത്ത് ഇപ്പോൾ വീശാൻ ചാൻസ് ഉണ്ട്. ഒരു വേവ്, ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു കാറ്റ്.
ഒരു കാറ്റ് ഇതിനകത്ത് വീശുക. നിന്നെ വേണം ദൈവത്തിന്. ദൈവത്തിന് നിന്നെ വേണം. ദൈവത്തിന് നിന്നെ വേണം. ദൈവത്തിന് നിന്നെ വേണം. നീ ഒത്തിരി പ്രാവശ്യം പുറമോട്ട് പോയി. കർത്താവിൻ്റെ വിളി കേൾക്കാതെ നീ പുറമോട്ട് പോയി. അവൻ്റെ ശബ്ദത്തിന് കാത് കൊടുക്കാതെ നീ പുറമോട്ട് പോയി. ഓ, ഈ സഹോദരിമാരിയ്ക്കുന്നതിൻ്റെ മുകളിലൂടെ വാ ഒരു വേഗം. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സിന് എന്നോട് മിനിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡബിൾ അനോയിന്റിംഗ് വരും. You can help me. You can help us. Jesus. സഹോദരന്മാരുടെ മേൽ കർത്താവ് ഈ ജനത്തെ സമർപ്പിക്കുന്നു. സ്വീറ്റ് സൃഷ്ടിപ്പ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ കേട്ട ദൂതന്റെ മുൻപാകെ ഞങ്ങൾ സഭയായ ദൈവസ്ഥലിൽ കടന്നു വരുന്നപ്പ അമ്മേൻ, ഈ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. വിടേണ്ടതിനെ ഇന്ന് പകൽക്കാലം വിട്ടേച്ച് പോവാൻ തക്കണം ഞങ്ങളെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോൾ വീണ്ടും അത് ഇട്ടുകൊണ്ട് പോകുവാനല്ല പിതാവേ. ഒരിക്കൽ ഊരിയത് അത് ഊരി വെച്ചതാണ് ആണ് എന്നേക്കും അത് ഊരി വെച്ചതാണ്. കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പൊ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക്, ഒരു പുതിയ കുതിച്ചു കയറ്റത്തിലേക്ക് കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കുന്ന നന്ദി പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ പുതിയതൊന്നിലേക്ക് ആമേൻ ദൈവം ഞങ്ങളെ നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം പിതാവേ. പഴയതെല്ലാം പോയി, പഴയതെല്ലാം കഴിഞ്ഞു, പഴയ ചാപ്റ്റേഴ്സ് ക്ലോസ്ഡ് ആയി. അതിനായി നന്ദി പിതാവേ. പുതിയ ചാപ്റ്റർ ദൈവം ഇന്ന് മുതൽ തുറന്നിരിക്കാൻ നന്ദി അപ്പാ. ആമേൻ. പഴയ വ്യക്തികളല്ല, പുതിയ വ്യക്തികളാണ് പിതാവേ. അതിനായി സ്തോത്രം പിതാവേ. ഈ ദിവസങ്ങൾ കർത്താവേ ദൈവത്തിന്റെ ആ പുതിയ വീണ് കർത്താവ് ഞങ്ങളിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. പുതിയ തുരുത്തിൽ കർത്താവിന്റെ പുതിയ വീണ് ദൈവം പകരാൻ പോകുന്നതിനായി സ്തോത്രം പിതാവേ. ഈ അമ്മേൻ ഇന്ന് മുതൽ കർത്താവേ ഹല്ലേലൂയ ഈ ശുശ്രൂഷകൾ കർത്താവേ പരിശുദ്ധാത്മാവ് ഓരോന്നും ഓരോ വ്യക്തികളെ കർത്താവ് നയിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അമ്മേൻ. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകാൻ പോകുന്നതിനായി നന്ദി പിതാവേ. ഒരു മനുഷ്യനല്ല അമ്മേൻ, പകരം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കാൻ നന്ദി പിതാവേ. എല്ലാ മീറ്റിങ്ങിനെയും കർത്താവിന്റെ കരം കേൾപ്പിക്കുന്ന പിതാവേ. ജനങ്ങൾ ഓടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദാഹത്തോടെ വാഞ്ചിയോടെ ആഗ്രഹത്തോടെ ജനങ്ങൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയത് പ്രാപിപ്പാൻ അവരെ സഹായിക്കണമേ. അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഇന്ന് മുതൽ ദൂതന്മാർ അവരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവരെടുത്ത തീരുമാനങ്ങൾ കർത്താവെ പിന്മാറി പോകാതെ വണ്ണം ദൂതന്മാർ ഇറങ്ങി അവരെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കർത്താവെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്നു. സകല മഹത്വവും കർത്താവ് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. നമുക്കെല്ലാം നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. അർബിൻ, കർത്താവിന് മോനെ, അവൻ്റെ പേര് അർബിൻ, കർത്താവിൻ്റെ മോനെ കുറിച്ച് വലിയ നീ ഭയങ്കര ദാഹത്തോടെ ഇന്ന് വന്നു. നീ അവിടേക്ക് ഇരുന്ന് കരയുക ദൈവത്തോടെ. കർത്താവേ, എനിക്കിത് പ്രാപിക്കണം, എനിക്ക് നിറയണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം. ലതാ സിസ്റ്റർ വന്നിട്ടുണ്ട്. ലതയുടെ കുഞ്ഞുമായിട്ടൊന്ന് വന്നു. ആ കുഞ്ഞിന്റെ ഓഡിയോ ഒന്ന് ഇടണേ.
Receive. യഹൂദ ഗോത്രത്തിന്റെ സിംഹം, അവന്റെ ഉള്ളിലുള്ളത് കുഞ്ഞാടല്ല, സിംഹമാണ്. അത് വെളിപ്പെടുക, വെളിപ്പെടുക. ഇനി നീ പരാജയനല്ല, നീ ഒരു യോദ്ധാവാണ്, നീ ജയാളിയാണ്. Oh God. Sakadagadaga. ഇവനൊരു ജയാളിയാണ്. ഇന്ന് മുതൽ എൻ്റെ ലൈഫ് മാറും. സിംഹം വെളിപ്പെടും. അവന്റെ ജീവിതം മാറുക, അവന്റെ ലൈഫ് മാറുക. നീ ജയാളിയാണ്, നീ ജയാളിയാണ്. കർത്താവ് പറഞ്ഞ ഒരു പഠനമാണ്, ഈ ദൈവത്തിന്റെ സൈന്യത്തിനൊരു പഠനമാണ്. You are a soldier of God. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ വരിക. ഓ യേശുവേ, ഓഡിയോ, യു ഗോട്ട് ഓഡിയോ? കുഞ്ഞിന്റെ ഓഡിയോ കിട്ടിയോ? മോൾക്ക് കഴിഞ്ഞ ദിവസം സൂമിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മോക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. Can you share it? കുഞ്ഞു പറഞ്ഞ ഓഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ഇട്ടോ, ഒന്നിട്ടേ ഓഡിയോ. വേറെ ഞാനിപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെ, ഞാൻ ഇവിടെ നിൽക്കുക, അന്നേരം എന്തോ എൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് ഇങ്ങനെ മണ്ടയ്ക്കോട്ട് പൊക്കുക. എന്നിട്ട് ഞാൻ പറക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, പക്ഷെ ഇവിടെ നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ പറപ്പിക്കുക. എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ വലിയ ഹൈറ്റിൽ താഴെ ഫുള്ളും സിറ്റിയിൽ റോഡും മറ്റേ പൂക്കളും മരവും ഒക്കെ ഇരിക്കുക. അതിൻ്റെ വീടും ഉണ്ട്. പക്ഷെ ഞാനങ്ങ് മണ്ടയ്ക്ക് ഇപ്പം മേഘങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ അന്നേരം പറന്നുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളു. കുഞ്ഞുങ്ങൾ എപ്പോഴും സത്യം പറയത്തുള്ളൂ. അങ്ങനെ ആയിരുന്നോ മോളെ? ആയിരുന്നോ? മോളൊന്ന് പറഞ്ഞു, എന്തോ സംഭവിച്ചേ? ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. മോൻ സൂമിലിരിക്കുകയായിരുന്നോ? അന്നേരം ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ എൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് എന്നെ പൊക്കുക. ഞാൻ പറന്നുകൊണ്ടിരിക്കുക. അന്നേരം പറന്നുകൊണ്ടിരിക്കുകയാണോ? വാ, ടെലിപ്പോർട്ട് എന്ന് പറയുന്നത്. പറന്നുകൊണ്ടിരുന്നപ്പോ സിറ്റി എല്ലാം കാണിക്കുക. ഏത് സിറ്റിയാന്നറിയാവോ? ഓർമ്മയില്ല, പക്ഷെ ഒരു വലിയൊരു സിറ്റി കണ്ടു മോള്. എന്റെ മണ്ടയ്ക്കൂടെ ഒക്കെ മോള് പറന്നു. വാ, എന്നിട്ട് കുറച്ചുകൂടെ മേലെ പോയപ്പോ എനിക്ക് മേഘം മാത്രമേ കാണാനുള്ളൂ. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 7 വയസ്സ്. 7 വയസ്സുള്ള കുഞ്ഞു പറയും. അവൻ എന്നിട്ട് മേഘം മാത്രം. മേഘത്തിനകത്തോട്ടൊക്കെ പോയോ? പോയി. നല്ല സുഖമായിരുന്നു പോവാൻ. പറന്നുകൊണ്ടൊക്കെയാ പോയെ. വാ, ഈ സിറ്റി എല്ലാം കണ്ടു. പിന്നെന്താ, പൂക്കളൊക്കെ കണ്ടോ? പിന്നെന്തോ കളേഴ്സ് ഒക്കെ കണ്ടെന്ന് പറഞ്ഞു. എന്ത് കളേഴ്സാ? കളേഴ്സ് കണ്ടത് ഓറഞ്ച്, റെഡ്, എല്ലാ കളേഴ്സും കണ്ടു. കളേഴ്സ് ഒക്കെ കണ്ടു.
നല്ലൊരു യാത്രയായിരുന്നു. ആമേൻ. Praise God. ദിവസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുത് കാണും, വലുത് കാണും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൈക്ക് ഓൺ അല്ല. ആദ്യം തലയെ വെച്ചു, അതിനെ ഞാൻ നെഞ്ചത്ത് കൈവച്ചപ്പോൾ കുഞ്ഞങ്ങ് ഒരു ദിവസം സ്വീറ്റിക്ക് ഒരു പ്രേരണ കിട്ടി, സൂമിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്താ അതെ കൈ ഇവള് മാറ്റി തന്നെ ഇങ്ങനെ സ്വോത്ര ആമിയും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക. ലിപ്പേ ഞാൻ നോക്കിയപ്പോ അപ്പൊ 3 തവണ അവളിങ്ങനെ ഞെട്ടി ഞാനോർത്ത് പുറമോട്ട് പോവാന്ന്. പ്രേയർ കഴിഞ്ഞപ്പോ ഉടനെ ഈ കാര്യം എന്നോട് പറയായിരുന്നു. കുഞ്ഞിനെ അനുഗ്രഹിക്കും ജീസസ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈ കർത്തമേശ കഴിയുമ്പോൾ എല്ലാ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, നാളെ അടുത്ത ദിവസം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? വന്നിട്ടുണ്ടോ? നിങ്ങളെല്ലാം മുന്നോട്ട് വരണം. ഒരു കാര്യം, ഇപ്പോൾ ഇതിന് ശേഷം പാസ്റ്റർ ആൻറ്റി പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. എത്രക്ക് ആഗ്രഹമുണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. സത്യം പറയുന്നത്, സത്യം പറയുന്നത്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കർത്താവേ, ഞങ്ങൾ ഈ സമയം ആത്മാക്കളെ ചോദിക്കുന്നു. ഈ ചെങ്ങന്നൂർ പട്ടണത്തിനകത്തും ഇതിന് ചുറ്റുപാടും ആയിരക്കണക്കിന് വ്യക്തികളുണ്ട്, ലക്ഷക്കണക്കിന്. നല്ല സ്വീറ്റിനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഒരു സിംഹം ഗർജിക്കുമ്പോൾ 5 മൈലാണ്, 8 കിലോമീറ്ററാണ് അതിന് ഗർജനത്തിന് ശക്തി. 8 കിലോമീറ്റർ റേഡിയസിനകത്ത് ദൈവം ഈ ദിവസങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. ജനം വരാൻ പോവാ, ക്രിസ്തുവിനെ അറിയാൻ പോവാ, സ്നാനങ്ങൾ നടക്കാൻ പോവാ. എത്ര ആമേൻ പറയും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന വാക്ക് കൂട്ടത്തോടെ ഇവരുടെ കുടുംബങ്ങൾ ഒന്നും പരാജയപ്പെടത്തില്ല. എല്ലാവരും അനുഗ്രഹിക്കും. അവരവരുടെ മക്കളും വലിയൊരു കൂട്ടം ജനം ഈ ദിവസങ്ങൾ വരാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി. ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതാണല്ലോ ഞങ്ങളുടെ റിവാർഡിന്റെ വൺ ഓഫ് ദ റീസൺ. ഒരു കാരണം അതായിരിക്കും. ആത്മാക്കൾ പ്രാർത്ഥിക്കാൻ നേടാൻ കൃപ തരണം യേശുവിന്റെ നാമത്തിൽ. സഭ ചേർന്നാമേ. നമുക്ക് ഈ സമയം ഓഫറിംഗ് കയ്യിലെടുക്കാം. ഈ സമയം നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ അതൊന്ന് നൃത്തം ചെയ്ത് ഒന്ന് ആരാധിച്ചിട്ട് പോയാലോ? എന്ത് പറയുന്നു? കമോൺ റീച്ച്. എന്ത് പറയുന്നു? ആക്റ്റീവ് ആണോ? അയ്യാ, കർത്താവിന് വലിയ പദ്ധതിയുള്ള ആളാ. അല്ലെങ്കിൽ വരത്തില്ല ഇവിടെ, അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ഇരുന്നേനെ. ചില ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന് ഭയങ്കര പദ്ധതിയുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ എന്നേ തീരേണ്ടതാണെന്നറിയാം, എന്നേ പിശാച് അവസാനിപ്പിക്കേണ്ടതാ നിങ്ങളെ. പക്ഷെ ദൈവം വിട്ടുകൊടുത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ദൈവം ചില വ്യക്തികളെ കുറിച്ച് ഒത്തിരി പദ്ധതികളുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം പ്രത്യേകമായി സൂക്ഷിക്കുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഈ സമയം ഓഫറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു നിറവ് എല്ലാവരുടെ ലൈഫിലുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഫിനാൻഷ്യലി എല്ലാവരും ഞാൻ ബ്ലെസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ സമയം ഓഫറിങ് എടുക്കാം. ഈ മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ളത് ഒരു സ്പെഷ്യൽ ഓഫറിംഗ് ആയി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് തരാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഇത് ദൈവത്താലാണ്. ഞാൻ ഇത് പലവട്ടം റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ വീണ്ടും പറയുന്നില്ല. ഞാനല്ല ഇന്ന് ഈ ഉപവാസം ഇരിക്കുന്നത്, ദൈവം എന്നെ ഇരുത്തിയതാണ്. ദൈവം എന്നെ ഇരുത്തിയിരിക്കുക. ഇത്രയും ദിവസമൊന്നും പണ്ട് വർഷങ്ങൾക്കും ഇയേഴ്സ് ബാക്ക് ചെങ്ങന്നൂരിൽ വന്ന സമയങ്ങളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ ഇതുപോലെ ഫുൾ ഫാസ്റ്റിംഗ് ഇരുന്നിട്ടില്ല. വർഷങ്ങൾ എനിക്കൊന്ന് 2009 ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു നീണ്ട വർഷം. പക്ഷേ ദൈവം എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചതാണ് ദൈവം ഇന്ന് എൻ്റെ ലൈഫിൽ ചെയ്യുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഞങ്ങൾ ഉപവസിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം കാണണം. 2, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ചർച്ചയിൽ വരുന്ന ഒരു കുടുംബവും നശിച്ചു പോകരുത്. ഒരു കുടുംബവും തകർന്നു പോകരുത്. അവരുടെ മക്കളാരും
ഇന്നലെ നിങ്ങൾ ജയസിസ്റ്ററും ബോട്ട്സ്വയിൽ നിന്ന് അനി ബ്രദർ പറഞ്ഞു കേട്ടില്ലേ? ഞങ്ങളുടെ ആത്മീയ അപ്പൻ്റെയും അമ്മയുടെ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം ഞങ്ങൾ ജയാളികളാണ്. ഒന്നിനും ഞങ്ങളെ തോൽപ്പിക്കാനേ പറ്റത്തില്ല. നാളെ നമ്മുടെ 9ാമത്തെ ദിവസം, ഇന്ന് 7 നാളെ 8ാമത്തെ ദിവസം മീറ്റിംഗ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു ദൂതുണ്ടായിരുന്നു. 10ാമത്തെ ദിവസം അസാധാരണമായ ദൈവസാന്നിധ്യം. ഇനി മുന്നോട്ട് പോകും തോറും 2021 ഓഫറിംഗ് എടുക്കാം മക്കളെ, ഓഫറിംഗ് എടുക്കാം. 2021 17ാമത്തെ ദിവസമാണ് അല്ലേ? ജൂലൈ 17-ാം തീയതിയാണ് ഒരു ഉണർവ് നമ്മുടെ നാട്ടിലുണ്ടായെങ്കിൽ ഈ മീറ്റിംഗ് തുടങ്ങിയ ദിവസം മുതൽ ഒരു കാര്യം കൂടെ പറയാം. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ വേറൊരിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഫ്രിക്കയ്ക്ക് ശേഷം നമ്മുടെ ഇടയിലാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ നടക്കുന്നത് പുറത്തു പോയിട്ടില്ല ഇതുവരെ. അത് പുറത്തു പോകും, ലോകം അറിയും. ഞാൻ പറഞ്ഞതല്ല, ചിലവരതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞതാണ്. റോറിംഗ് എന്ന് പറഞ്ഞാൽ സിംഹം വെളിപ്പെടുന്നതാണ്. നമ്മുടെ അകത്തുള്ളത് കുഞ്ഞാടല്ല, സിംഹമാണ്. ഈ സിംഹം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് റോറിംഗ്. ഇപ്പൊ അറബിന്റെ അകത്ത് അസിംഹം വെളിപ്പെട്ടു. മോന്റെ അകത്തുണ്ട്. അവിടെ അസാധാരണ ഹീലിങ്സ്. കഴിഞ്ഞ ദിവസം ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ട, സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ, 1 വർഷമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറി സാക്ഷ്യങ്ങൾ കേട്ടതാ. ശ്രദ്ധിക്കുക, ഒരു ക്യാൻസർ മാറാൻ വേണ്ടി ഒരു സഹോദരി ഇവിടുന്ന് ജോൺ അനിസ്കോ എന്ന് പറയുന്ന ദൈവദാസനെടുക്കുക, സൗത്ത് ആഫ്രിക്കയിൽ. അദ്ദേഹമാണ് റോറിങ്ങിന്റെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരാൾ. അദ്ദേഹത്തിനടുക്ക പോയി ഒരു ക്യാൻസർ സൗഖ്യമാകാൻ വേണ്ടി ഇന്ത്യയിൽ. സഹോദരി ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ സഹോദരി റിസർച്ച് ചെയ്തിട്ട് ഇന്ത്യയിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന ആരുമില്ല. എന്നാൽ കൃപയാൽ ഇത് നമ്മുടെ മേൽ കർത്താവ് പകർന്നു. ഈ ശുശ്രൂഷകൾ, ഈ റോറിംഗ്, സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കുന്ന അനുഭവമാണ്. ജോയ്, ലാഫ്റ്റർ, ഇതൊക്കെ ദൈവം നമ്മുടെ മേൽ പകർന്നു. കർത്താവിന്റെ വിശ്വസ്തത. ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഉയർന്ന നിലവാരം ഈ അക്കാഡമിക് ഇയർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കർത്താവേ, ഈ മക്കളെല്ലാവരെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു കുടുംബവും, ഒരു വ്യക്തി പോലും ഇവിടെ ദൈവം പകരുന്ന ഈ ഒരു അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇടവരരുത്. എല്ലാവരും ദൈവം നിറയ്ക്കണം. പുതിയ ഉയർന്ന അനുഭവങ്ങളിലേക്ക് ദൈവം എല്ലാവരും നടത്തണം. വലിയ വലിയ റലങ്ങളിൽ അവർ കയറണം. ആത്മീയ തലങ്ങളിൽ അവർ കയറണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നാളെ പലരുടെ സ്കൂൾ തുറക്കുന്നു, കോളേജ് തുറക്കുന്നു. നിങ്ങളുടെ മക്കളെല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കലേക്ക് വിടുവേൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ വരുന്ന അക്കാഡമിക് ഇയർ, ഈ വരുന്ന സെമസ്റ്റേഴ്സ്, ഈ വരുന്ന വർഷങ്ങൾ അവരുടെ ലൈഫിൽ വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ. നോ മോർ ഫെയിലിയേഴ്സ്, നോ മോർ ഡിഫീറ്റ്സ്. ഇന്ന് കേട്ടതുപോലെ എല്ലാം മാറിയിരിക്കാൻ നന്ദി. സൂമിലൂടെ എന്നെ കാണുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
പുതിയ വർഷത്തിലേക്ക് കയറുന്നവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അക്കാഡമിക് ഇയറിൽ എല്ലാവരും ഈ പ്രാവശ്യം നല്ലപോലെ പെർഫോം ചെയ്യട്ടെ. പുതിയ അഡ്മിഷൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ല അഡ്മിഷൻസ് അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ. സഭ ചേർന്ന് ആമേൻ.